ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടീ വാഗൺ. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു പനീർ ബട്ടർ മസാല റെസിപ്പിയുമായാണ്. മസാല തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടൊമാറ്റോ, ഒരു ഒനിയൻ, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഫ്രൈ ചെയ്ത പനീറാണ്. പനീർ ഫ്രൈ ചെയ്തില്ലെങ്കിൽ അത് ഉടഞ്ഞു പോകാറുണ്ട്. ഒരു പാൻ എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് ഉരുകി മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കും. കാഷ്നട്ട് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കൊഴുപ്പ് കൂടും, ഒരു തിക്നെസ് കിട്ടും. അതിനുവേണ്ടിയാണ് കാഷ്നട്ട് ആഡ് ചെയ്യുന്നത്. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ജിഞ്ചർ, ഗാർലിക്, ഒനിയൻ ആൻഡ് ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒനിയനൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചപ്പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടിയുടെയൊക്കെ ഇപ്പോൾ ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ നല്ല സ്മാഷ് ആകുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം ടൊമാറ്റോ ഒക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഈ മസാല ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മസാല ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം ബട്ടർ ഒഴിച്ച് കൊടുക്കുക. ബട്ടർ ചേർത്തതിന് ശേഷം അല്പം ജീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട ചേർത്തൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഒരു ചെറിയതായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ ചേർത്ത് ഒന്ന് പനീറിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
മസാലയൊക്കെ ഇപ്പോൾ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ പനീറിലേക്കൊക്കെ പിടിച്ച് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഒരല്പം ബട്ടർ കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please subscribe my channel for new videos.